ഹോങ്കോങ് വഴി ചൈനയിലേക്കാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. പുലർച്ചെയുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ചൈനയിലേക്കാണ് പോകുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് നമ്മളുടെ ഫ്ലൈറ്റ്. ശ്രീലങ്കയിൽ ഏതാണ്ട് 8 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. നേരെ ചൈനയിലേക്കല്ല, ഹോങ്കോങ് ആണ് നമ്മൾ നേരെ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പിന്നീട് ബസ്സിൽ ചൈനയിലേക്ക് പോകുന്നത്. അതിരാവിലെ തന്നെ നമ്മൾ ശ്രീലങ്കൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ശ്രീലങ്കൻ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്യുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമയാണിത്. ഇതിൽ 5ാമതായി കാണുന്നതാണ് നമ്മളുടെ ഹോങ്കോങ് ഫ്ലൈറ്റ്. ഈ കാണുന്ന ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഏറ്റവും മികച്ച എയർലൈൻ സർവീസ് പ്രൊവൈഡേഴ്സിലൊന്നാണ് ശ്രീലങ്കൻ എയർലൈൻസ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എയർപോർട്ടും. യാത്ര ചൈനയിലേക്കായതുകൊണ്ട് തന്നെ മെനു ചൈനീസിലായിരുന്നു. അതേപോലെ തന്നെ ഭൂരിഭാഗം എൻ്റർടൈൻമെൻറ്റും ചൈനീസിലായിരുന്നു. ഈ കാണുന്നതൊക്കെ ഹോങ്കോങ് ആണ്. 4.5 മണിക്കൂറാണ് നമുക്ക് ഫ്ലൈറ്റ് ടൈം ഉണ്ടായിരുന്നത്. എക്സ്പെൻസീവ് റിയൽ എസ്റ്റേറ്റ് ഉള്ളതാണ് ഹോങ്കോങ്. ഇവിടെ ഒറ്റ മുറി വാടകയ്ക്ക് എടുക്കാൻ തന്നെ വളരെ എക്സ്പെൻസീവാണ്. ഈ ഹോങ്കോങ്ങിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കപ്പലുകൾ കാണാൻ പറ്റും. അതിൽ ഒരുപാട് യാർട്ടുകളുണ്ട്. അതേപോലെ തന്നെ ചരക്ക് കപ്പലുണ്ട്. ഒരുപാട് ചരക്ക് നീക്കം നടക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഹോങ്കോങ്. ഏതാണ്ട് കടൽ തീരത്ത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു എയർപോർട്ടും ലൊക്കേറ്റഡ്. ഇതാണ് ഹോങ്കോങ് എയർപോർട്ട്. അതിന് ചുറ്റുമാണ് കടലാണ്. പിന്നെ ഒരുപാട് കപ്പലും അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ലാൻഡ് ചെയ്താൽ കാണാൻ പറ്റും. വളരെ ബിസിയായ ഒരു കടലാണ് ഈ ഹോങ്കോങ് എയർപോർട്ടിന് ചുറ്റുവട്ടം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത ഒരുപാട് എയർലൈൻസ് ഞാൻ ഈ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ഹോങ്കോങ്ങിന് മാത്രം 2 എയർലൈൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഈ കാണുന്ന ഹോങ്കോങ് എയർലൈൻസും പിന്നെ HK എയർലൈൻസ് അങ്ങനത്തെ ഓർക്കുന്നില്ല, അങ്ങനത്തെ ഒരു എയർലൈൻസും കൂടിയുണ്ട്. ഇതാണ് ഹോങ്കോങ് എയർപോർട്ട് ടെർമിനൽ. പിന്നെ ഈ സ്റ്റിക്കർ, ഇത് ഹോങ്കോങ്ങിൽ നിന്ന് ഗ്വാങ്ജൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ട്രാൻസ്ഫർ സമയത്ത് നമുക്ക് പെട്ടെന്ന് ബസ്സുകാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ. അത് പല ഭാഷക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എയർപോർട്ട് ഇറങ്ങിയത് വൈകുന്നേരം ആയിരുന്നെങ്കിലും നമ്മുടെ ഗ്വാങ്ജൂവിലേക്കുള്ള ബസ് പിന്നെയും 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു. സോ ഏതാണ്ട് രാത്രി കുറച്ച് വൈകിയാണ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോങ്കോങ് നഗരത്തിലൂടെ പെട്ടെന്ന് നമ്മുടെ ബസ് നീങ്ങി. അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മികച്ച ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും, ഒരുപാട് പാലങ്ങൾ, അതേപോലെ തന്നെ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയ ഒരു ഫീലായിരുന്നു. UK കാണുന്ന രീതിയിലുള്ള പോലീസ് വണ്ടികളാണ് ഇവിടെ ഹോങ്കോങ്ങിലുള്ളത്. ഓഫ് കോഴ്സ് പഴയ ബ്രിട്ടീഷ് കോളനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണും. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ബസ്സായിരുന്നു. ഭൂരിഭാഗം കാലിയായിരുന്നു ബസ്. വളരെ കംഫർട്ടബിൾ ആയ ഒരു ബസ്സാണ്. യാത്രക്കിടെ ബസ് പലയിടത്തും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് സാധാ ബസ് സ്റ്റോപ്പ് പോലല്ല, പ്രധാനപ്പെട്ട ബസ് ടെർമിനൽ അതുപോലുള്ള ഏരിയയിലൊക്കെ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ബില്യനേഴ്സിനും മില്യനേഴ്സിനും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഹോങ്കോങ്. വളരെ ചെറിയ രാജ്യമാണ്, ബട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഒക്കെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് ലോകത്ത്. അവിടെ ഒരു മുറിയിൽ താമസിക്കാൻ തന്നെ വളരെ എക്സ്പെൻസീവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ബോർഡറിലെത്തി. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇവിടുന്ന് നമ്മൾ ഗ്വാങ്ജൂവിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ബസ് മാറിക്കയറണം. സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഷെൻസനിൽ പോകുന്ന ബസ്സാണ് നമ്മൾ കയറേണ്ടത്. ഇതൊരു ടെർമിനലാണ്. ചൈന ഹോങ്കോങ് ബോർഡറിലാണ് ഇതിട്ടത്. ഈ ടെർമിനൽ തന്നെയാണ് ബസ്സും കയറാനുള്ളത്. ഇത് ഷെൻസൻ പോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാധാരണ ഒരു എയർപോർട്ടിൽ ഉണ്ടാകുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഇവിടെയും ഉണ്ട്.
ഷെൻസനിൽ നമ്മൾ കയറിയ പാട് കാണുന്നതാണ് ഈ സ്കൈ ലൈനും കാര്യങ്ങളൊക്കെ വളരെ ഡെവലപ്ഡാണ്. ഹുവാവി അതേപോലെ സിയോമി ഉൾപ്പെടെ പല IT കമ്പനികളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നഗരമാണിത്. ഒരുപാട് റിസർച്ച് ഫെസിലിറ്റീസ് ഉള്ള ഒരു നഗരമാണ് ഷെൻസൻ. ഹോങ്കോങ്ങിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള റോഡുകളാണ് ചൈനയിലുള്ളത്. പിന്നെ വണ്ടികൾ അത്യാവശ്യം പഴക്കമുള്ള വണ്ടികളും റോഡിൽ നമ്മൾ കുറച്ചധികം കണ്ടുവരാൻ തുടങ്ങി. ഹോങ്കോങ് പൊതുവെ കുറച്ച് ലക്ഷറി ഏരിയ ആണ്. ലക്ഷറി വണ്ടികളാണ് ഹോങ്കോങ്ങിൽ പൊതുവെ കാണാൻ സാധിച്ചിരുന്നത്. അങ്ങനെ ഫൈനലി 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഗ്വാങ്ജൂലെത്തി. അവിടുന്ന് നമ്മളെ കാത്തിരുന്ന ഒരു ടാക്സി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ നമ്മൾ നമ്മളുടെ താമസ സ്ഥലത്തേക്ക് നീങ്ങി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചൈനയുടെ മാർക്കറ്റും അതുപോലെ അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.